കർഷകരുടെ വിവിധ ആവശ്യങ്ങൾക്ക് ഒരു ഏകജാലക സംവിധാനം എന്ന നിലയിൽ നിലവിൽ വരുന്ന ആപ്പ് കതിർ ആപ്പ്. കതിർ ആപ്പ് ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ലേറ്റസ്റ്റ് ജില്ലാ സ്റ്റേറ്റ് ആനുകാലിക ക്വിസ് സ്വദേശ് മെഗാ ക്വിസിലേക്ക് ആവശ്യമായി ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്യുന്നതിനു പകരമായി ജയ് ഹിന്ദ് എന്ന് നിർദ്ദേശിച്ച സംസ്ഥാനം ഹരിയാന. ഹരിയാന. ഹോക്കി 13 മെഡൽ കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഏറ്റവും അധികം ഒളിമ്പിക് മെഡൽ ലഭിച്ചിട്ടുള്ളത് ഏത് ഇനത്തിലാണ്? ഗുസ്തി 8 മെഡലുകൾ. സ്വന്തം പേരിൽ ഒരു ധൂമകേതുവും അഥവാ കോമറ്റ്, ഒരു ഛിന്നഗ്രഹവും അഥവാ ആസ്ട്രോയിഡ് ഉള്ള ഏക ഇന്ത്യക്കാരൻ? വൈനു ബാപ്പു. വൈനു ബാപ്പു. സ്വാതന്ത്ര്യ വേളയിലെ ദുരന്ത സംഭവങ്ങൾ വിവരിക്കുന്ന ഭീഷ്മ സഹനി രചിച്ച ഹിന്ദി നോവലിന്റെ പേര്? തമസ്. തമസ്. 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചലച്ചിത്രം ഏതാണ്? ആടുജീവിതം. ആടുജീവിതം. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ബൗളിംഗ് പരിശീലകൻ, കോച്ച് ആര്? മോണി മോർക്കൽ. ദക്ഷിണാഫ്രിക്കൻ പേസ് ബോളറാണ് മോണി മോർക്കൽ. മലമ്പനി പരത്തുന്നത് കൊതുകുകൾ ആണെന്ന് 1897 കണ്ടെത്തിയ ശാസ്ത്ര ഗവേഷകൻ ആര്? സർ റൊണാൾഡ് റോസ്. രുചിര കാംബോജ് വിരമിച്ചതിനെ തുടർന്ന് UN ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? പർവതനേനി ഹരീഷ്. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ആട്ടം സംവിധാനം ചെയ്തത് ആര്? ആനന്ദ് ഏഗർഷി. ആനന്ദ് ഏഗർഷി. സ്കോഡയുടെ പുതിയ കാറിന് കൈലാഖ് എന്ന പേര് നിർദ്ദേശിച്ചത് കാസർഗോഡ് സ്വദേശി മുഹമ്മദ് സിയാദ് ആണ്. എന്താണ് കൈലാഖ് എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം? സ്ഫടികം അഥവാ ക്രിസ്റ്റൽ. മിഷൻ റൂമി 2024 എന്ന് പേരിട്ട ദൗത്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ് വിക്ഷേപണം. മിഷൻ റൂമി 2024 ദൗത്യത്തിന്റെ ഭാഗമായ പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് നിർമ്മിച്ച സ്ഥാപനമേത്? സ്പേസ് സോൺ ഇന്ത്യ, ചെന്നൈ. മിഷൻ റൂമി 2024 ദൗത്യത്തിന് നേതൃത്വം വഹിച്ച ISRO മുൻ ഡയറക്ടർ എം അണ്ണാദുരൈ. എം അണ്ണാദുരൈ. മിഷൻ റൂമി 2024 ദൗത്യത്തിന്റെ ഭാഗമായി 53 ചെറു ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? തിരുവിടന്തൈ മൈതാനം. തിരുവിടന്തൈ മൈതാനത്തിൽ. ടെലിഗ്രാം എന്ന മെസ്സഞ്ചർ ആപ്പിന്റെ CEO ആരാണ്? പാവേൽ ദുറോവ്. പാവേൽ ദുറോവ്. കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തു നിന്നാണ് രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. മധ്യപ്രദേശിൽ നിന്ന്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICC പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ജഗ്മോഹൻ ഡാൽമിയ. ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജയ് ഷാ 2024. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനം എന്നാണ്? ആഗസ്റ്റ് 29, 1905. ആഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി നാം ആചരിക്കുന്നു. ഈയിടെ നീറ്റിലിറക്കിയ ഇന്ത്യയുടെ 2ാമത് ആണവ അന്തർവാഹിനിയുടെ പേരെന്ത്? INS അരിഘാത്. ആദ്യ ആണവ അന്തർവാഹിനി INS അരിഹന്ത് ആണ്. 2 പാരാലിമ്പിക്സ് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത? അവനി ലേഖര. അവനി ലേഖര.
സ്വദേശ് ക്വിസ് ജിക്കേക്കും മറ്റെല്ലാ ജികെ ക്വിസിനും ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോത്ര വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസം നൽകാനും കഴിവുകൾ വികസിപ്പിക്കാനുമായി കനവ് വിദ്യാഭ്യാസ കേന്ദ്രം തുടങ്ങിയ വ്യക്തി. KJ ബേബി. മൈ സെർച്ച് ഫോർ ട്രൂത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ആരുടെ ആത്മകഥയാണ്? S. രാധാകൃഷ്ണൻ. ഡോക്ടർ S. രാധാകൃഷ്ണന്റെ. സംസ്ഥാനത്തെ ആദ്യത്തെ മൃഗ ശ്മശാനം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? കുരിയച്ചിറ, തൃശൂർ. തൃശൂർ കോർപ്പറേഷനിലെ കുരിയച്ചിറയിൽ. മനുഷ്യനെ ബഹിരാകാശത്ത് നടത്തിക്കാനുള്ള സ്പേസ് എക്സ് ദൗത്യത്തിന്റെ പേര്? പൊളാരിസ് ഡോൺ. പൊളാരിസ് ഡോൺ. ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈനിൽ ഭാഗ്യക്കുറി അഥവാ ഡിജിറ്റൽ ലോട്ടറി ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാനം? മേഘാലയ. ഈസി വിൻ എന്നാണ് ഈ ഡിജിറ്റൽ ലോട്ടറിയുടെ പേര്. ഭൂമിയെ 9 നാൾ പ്രകമ്പനം കൊള്ളിച്ച ഭൂകമ്പം 2024 സെപ്റ്റംബറിൽ സംഭവിച്ചത് എവിടെയാണ്? ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡിൽ. ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ കിരീടം നേടിയത് ഏതു രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ്? ചൈനയെ. മനുഷ്യൻ കാരണം അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്ന ഹരിതഗൃഹവാതകങ്ങളിൽ ഒന്നാമത് കാർബൺ ഡയോക്സൈഡ് ആണ്. രണ്ടാമത് ഏതു വാതകമാണ്? മീഥെയ്ൻ. മീഥെയ്ൻ വാതകം. നിർമ്മിത ബുദ്ധി ഗവേഷണശാല AI ലാബ് സ്ഥാപിക്കുന്നതിന് ഗൂഗിളുമായി ധാരണാപത്രം ഒപ്പിട്ട സംസ്ഥാനം? തമിഴ്നാട്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാജ്യത്ത് ആദ്യ ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ഏതു സംസ്ഥാനത്ത്? ബീഹാർ. ബീഹാറിലെ സരൺ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കൂടുതൽ അറിവിന് സ്വദേശ് മെഗാ ക്വിസിന് ഉണ്ണീസ് വിജയപാത.